ഇന്നത്തെ കാലത്ത് നമ്മൾ നിസ്സാരമായ അസുഖങ്ങൾക്ക് പോലും അമിതമായ മരുന്നുകളെ ആശ്രയിക്കുന്നു. നമ്മൾ അറിയുന്നേയില്ല ഈ മെഡിസിൻസൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കിഡ്നി, ലിവർ പോലുള്ള ഓർഗൻസിനെ എത്രമാത്രം ബാധിക്കുന്നു എന്ന്. മിക്കവാറും മരുന്നുകൾ അസുഖത്തിൻ്റെ യഥാർത്ഥ കാരണം മാറ്റാതെ രോഗലക്ഷണങ്ങളെ താൽക്കാലികമായി മറച്ചു പിടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു മരുന്നും കഴിക്കാതെ, ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് മാത്രം മാരകമായ ഒരസുഖം വരെ ഭേദമാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർ മാരകമായ അസുഖങ്ങളിൽ നിന്ന് പോലും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതെന്ന്? ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ യു ആർ ദി പ്ലേസിബോ എന്ന ബുക്കിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ടെക്നിക്കാണ്. ശരീരത്തെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഡോക്ടർ ജോ ഡിസ്പെൻസ ഒരു എഴുത്തുകാരൻ മാത്രമല്ല, അദ്ദേഹം ബ്രെയിൻ മാപ്പിങ്ങിൽ വർഷങ്ങളായി ഗവേഷണം നടത്തുന്ന ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ്. അതിലുപരി സ്വന്തം ജീവിതം കൊണ്ട് പരീക്ഷണം നടത്തി വിജയിച്ച ഒരു വ്യക്തിയാണ്. 1986 കാലിഫോർണിയയിൽ നടന്ന ഒരു ട്രയാത്ലോൺ മത്സരത്തിനിടെ ഉണ്ടായ ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിലെ 6 വെർട്ടിബ്രകൾ തകർന്നു. ഒരു സർജറി ചെയ്യാതെ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ ജോ ഡിസ്പെൻസ എടുത്ത തീരുമാനം അവിശ്വസനീയമായിരുന്നു. സർജറിക്ക് പകരം അദ്ദേഹം തിരഞ്ഞെടുത്തത് മൈൻഡ് പവറാണ്. അദ്ദേഹം തൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും മണിക്കൂറുകളോളം കണ്ണടച്ചിരുന്ന് തൻ്റെ നട്ടെല്ല് സ്വയം സുഖം പ്രാപിക്കുന്നതും അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നതും വിഷ്വലൈസ് ചെയ്തു. വെറും 9 ആഴ്ച കൊണ്ട് യാതൊരു സർജറിയും ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ഡോക്ടർ ജോ ഡിസ്പെൻസ എഴുന്നേറ്റ് നടന്നു. ഇതാണ് പവർ ഓഫ് ബിലീഫ്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആ വലിയ മാറ്റം ലോകത്തിന് പകർന്നു നൽകാനാണ് ജോ ഡിസ്പെൻസ യു ആർ ദി പ്ലാസിബോ എന്ന ബുക്ക് എഴുതിയത്. എന്താണ് പ്ലാസിബോ എഫക്റ്റ്? സിമ്പിളായി പറഞ്ഞാൽ, രോഗിക്ക് മരുന്നാണെന്ന് പറഞ്ഞ് വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സോ സലൈൻ സൊല്യൂഷനോ കൊടുക്കുന്നു. അത് മരുന്നാണെന്ന് വിചാരിച്ച് കഴിക്കുന്ന രോഗിയുടെ ഉള്ളിൽ ഹീലിംഗ് ഹോർമോൺസ് റിലീസ് ആകുകയും അസുഖം ഭേദമാകുകയും ചെയ്യുന്നു. ഇവിടെ മരുന്നല്ല പ്രവർത്തിച്ചത്, മറിച്ച് മരുന്നിലെ വിശ്വാസമാണ്. എനിക്കൊന്നിനും കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആകുകയും അത് കൂടുതൽ തളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ, ഒരു രോഗാവസ്ഥയിലും താൻ ഹെൽത്തി ആണെന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ഒരാൾക്ക് തൻ്റെ ശരീരത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഡോക്ടർ ജോ പറയുന്ന ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ കഥ ഇതിന് തെളിവാണ്. മരുന്നിലുള്ള ആബ്സല്യൂട്ട് ബിലീഫ് അയാളെ സുഖപ്പെടുത്തിയെങ്കിലും അത് വെറും വെള്ളമായിരുന്നു എന്ന അറിവ് രോഗം തിരികെ കൊണ്ടുവന്നു. യുവർ പെർസെപ്ഷൻ ക്രിയേറ്റ്സ് യുവർ റിയാലിറ്റി. നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നുവോ അതിനോടാണ് നിങ്ങളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്. മരുന്നുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നല്ല ഇതിനർത്ഥം. പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ പോലും ഇതെന്നെ സുഖപ്പെടുത്തുമെന്ന ഉറച്ച വിശ്വാസത്തോടെ കഴിക്കുക. അതിലുപരി നിങ്ങളുടെ ശരീരത്തിന് സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടെന്നും തിരിച്ചറിയുക. ഡോക്ടർ ജോ ഡിസ്പെൻസ പറയുന്നത്, നമ്മുടെ ലൈഫിലെ മാറ്റം എന്ന് പറയുന്നത് ഒരു റിവർ മുറിച്ച് കടക്കുന്നത് പോലെയാണ്. പഴയ ശീലങ്ങളും പേടിയും നമ്മളെ പിന്നോട്ട് വലിക്കുമെങ്കിലും അത് അതിജീവിച്ചാലേ പുതിയൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. നിങ്ങൾ സ്വയം തോറ്റു കൊടുക്കാത്തിടത്തോളം ഈ ലോകത്ത് ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു മാജിക്കൽ പവർ ഉണ്ട്, അതിനെ ഉണർത്തുക എന്നതാണ് പ്രധാനം. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ബുക്കാണ് യു ആർ ദി പ്ലാസിബോ. ഇത് വെറും ഒരു മോട്ടിവേഷണൽ ബുക്കല്ല. ഇതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്കാനിംഗ് റിപ്പോർട്ടുകളും തെളിവുകളും കൃത്യമായി നൽകുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ ചിന്താഗതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഐ ആം ദി പ്ലാസിബോ എന്ന് ടൈപ്പ് ചെയ്യുക. നന്ദി.